ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഈ വീക്കെൻഡ് ഞങ്ങൾ നാട്ടിലോട്ട് പോകാനൊരു പ്ലാൻ ഉണ്ട്. ഒരു 2 വീക്സ് പ്ലാനാണ്. ട്രിവാൻഡ്രത്തും പോകണം, തൃശ്ശൂരും പോകണം. അപ്പോൾ ഞാൻ കരുതി പെട്ടിയൊക്കെ ഒന്ന് റെഡിയാക്കുന്ന, ആക്ച്വലി വീഡിയോ ചെയ്യാനൊന്നും ഉദ്ദേശിച്ചില്ല. ഞാൻ പാക്കൊക്കെ ചെയ്തു, ഓൾറെഡി ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തു. കാരണം വീക്ക് ഡേ ആണ്, വീക്കെൻഡിൽ ഞങ്ങൾ പോകുന്നു. അപ്പം വീക്കെൻഡിൽ നമുക്കങ്ങനെ പെട്ടെന്ന് രാവിലെ എണീറ്റ് പോകുമ്പോൾ സാറ്റർഡേ മോർണിംഗ് ആണ് ഞങ്ങൾ പോകാൻ പ്ലാൻ. അപ്പോൾ പോകുമ്പോൾ നമുക്ക് പാക്കിംഗ് ഒന്നും വേഗം നടക്കില്ലല്ലോ. അപ്പം ഞാൻ യൂഷ്വലി ചെയ്യുന്നത് വീക്ക് ഡേയ്സിൽ ഞങ്ങളുടെ ഗസ്റ്റ് ബെഡ്റൂമിലോട്ട് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് കൊണ്ടുപോയി വെക്കും. എന്നിട്ട് പോകുന്നതിന് 2 ദിവസം മുന്നേ അല്ലെങ്കിൽ 1 ദിവസം മുന്നേ വേഗം എല്ലാം ഒന്ന് റെഡിയാക്കും. അതായത് പാക്കറ്റിലാക്കിയിട്ട് ക്യൂബ്സിലെ പോലത്തെ ഇങ്ങനത്തെ പാക്ക് ഉണ്ടല്ലോ, അതിലോട്ടാക്കിയിട്ട് വേഗം പാക്കിങ് ചെയ്ത് പോവുക. അതാണ് യൂഷ്വലി ഞാൻ നാട്ടിൽ പോകുമ്പോൾ ചെയ്യാറ്. പക്ഷേ അപ്പോൾ ഞാൻ ഇത്തവണ ഞങ്ങൾ ഈ കുഞ്ഞി പെട്ടി ഉള്ളതുകൊണ്ട് ഈ പെട്ടിയിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ പെട്ടി എടുത്തപ്പോഴാണ് ഈ പെട്ടിയിൽ കുറച്ച് സാധനങ്ങളുണ്ട്. അതായത് ഞങ്ങൾ ലാസ്റ്റ് ടൈം വിയറ്റ്നാം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിയറ്റ്നാം പോയിട്ട് വന്നപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ നാട്ടിലോട്ട് കൊടുക്കാനും അങ്ങനെ അല്ലാണ്ട് എനിക്കൊക്കെ ആയിട്ട് അങ്ങനെ വാങ്ങിയ കുറച്ച് സാധനങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ ബാഗ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് വെക്കാൻ പോയപ്പോഴത്തേക്കും ഇതുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി, രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ട് നമുക്കൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അതായത് വിയറ്റ്നാമിൽ നിന്ന് ഞാൻ എന്തൊക്കെ വാങ്ങിയെന്നും കാണിക്കാം, എൻ്റെ പാക്കിങ്ങും കാണിക്കാമെന്ന് വിചാരിച്ചു. നോക്കട്ടെ, ആദ്യം എനിക്ക് ഓർമ്മയില്ല ആക്ച്വലി ഞാനിത് അന്നെങ്ങാണ്ട് വിയറ്റ്നാം പെട്ടി പൊട്ടിക്കൽ വ്ളോഗ് ഇടണം എന്നുള്ള പ്ലാനൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ അവിടെ നിന്ന് വാങ്ങിയ സാധനങ്ങൾ കുറച്ചിങ്ങനെ പെട്ടിയിൽ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നേ ഉള്ളൂ. ഇത് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് വന്നു കേട്ടോ. അവർ എല്ലാ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോഴും നമുക്ക് വെറ്റ് ടിഷ്യൂ ഇങ്ങനെ അവർ തരും. അപ്പോൾ 1-2 വെറ്റ് ടിഷ്യൂസൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾക്ക് രാഹുലിൻ്റെ ബർത്ത്ഡേ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ, റീല് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇത് അവിടെ നിന്ന് അവർ നമുക്ക് കോംപ്ലിമെൻ്ററി തന്നതാണ്. റാഡിസൺ ബ്ലൂ എന്ന് നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നതാണ്. ഇത് ലാവൻഡർ, ഒറിജിനൽ ലാവൻഡർ കേട്ടോ. പക്ഷേ മണമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ മറ്റേ സെൻറ്റഡ് ഓയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ചെയ്യാം. ഇത് നമ്മളുടെ മറ്റേ ഫാന്, ഇത് കോംപ്ലിമെൻ്ററി ആയിട്ട് അവർ തന്നതാണ്. പിന്നെ എന്താ നോക്കട്ടെ, ഇതിനകത്തൊരു സാധനമുണ്ട്. ഇത് നമ്മളുടെ ഫോട്ടോയാണ്. ഇത് ഏതാണെന്നറിയോ, നമ്മൾ മറ്റേ ഇവിടെ പോയത് ഏതാ രാവിലെ, ഇത് കൊറാക്കൽ റൈഡ് പോയതിൻ്റെ ഫോട്ടോയാണ്. അവർ DSLR എടുത്തിട്ട് നമുക്കിങ്ങനെ പ്രിൻ്റ് എടുത്ത് തരും. ശരിക്കും ഇത് പറഞ്ഞാൽ അങ്ങനെ പ്രിൻ്റ് അത്ര ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത പ്രിൻ്റ്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാനതങ്ങ് വാങ്ങി. ഇത് നമ്മളുടെ ഇത് ഞാൻ അവിടെ നിന്ന് എനിക്കൊന്ന് ബെങ്താൻ മാർക്കറ്റിൽ നിന്ന് വെറുതെ ഇങ്ങനെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു ക്ലോ ക്ലിപ്പ് മേടിച്ചതാണ്. ജസ്റ്റ് ഇങ്ങനെ ഒരു രസം. ഇത് വെൽവെറ്റിൻ്റെ ക്ലോത്ത് ഇങ്ങനെ നമ്മുടെ ക്ലോയിൽ ഇങ്ങനെ പിടിപ്പിച്ച് വെച്ചേക്കുക, അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു ക്ലിപ്പ്. ഡ്രൈഡ് മാംഗോ, ഇത് അവിടെ നിന്ന് കഴിച്ചു നോക്കിയപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനത് കണ്ടപ്പോഴത്തേക്ക് അതും വെറുതെ ഇങ്ങനെ വാങ്ങിയത്. കാര്യമായിട്ട് വിയറ്റ്നാമിൽ നിന്ന് അങ്ങനെ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും അങ്ങനെ ഒരു വ്ളോഗ് ഇടണ്ട. ഇതെന്താണെന്നറിയോ, ഇത് നാട്ടിലോട്ട് കൊണ്ടുപോകാനുള്ളത് കൊണ്ട് ഞാൻ ആ പെട്ടി തന്നെ വെച്ചിരുന്നതാണ്. ഇത് ജസ്റ്റ് ബാഗ് ഇങ്ങനെ, ഇതാ മറ്റേ സാപ്പ വില്ലേജിൽ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയ ബാഗ്സാണ്. അത്യാവശ്യം നല്ല ഒരു റേറ്റിനാണ് നമുക്ക് കിട്ടി. ബാർഗെയിനിങ്ങും ഒക്കെ ചെയ്തു. പിന്നെ ഹാൻഡ് മെയ്ഡ് എന്ന് അവർ പറയുന്നത്. പക്ഷേ ഇത് ശരി, ഒരു പുള്ളിക്കാരി അവിടെ എല്ലാം അങ്ങനെ തന്നെ. അവർ സൈഡിൽ തന്നെ ഇരുന്നിട്ട് ഈവൻ ജ്വല്ലറീസ് ആയാലും ബാക്കി സാധനങ്ങളൊക്കെ ആയാലും അവരവിടെ സൈഡിൽ തന്നെ ഇരുന്ന് ഉണ്ടാക്കും, എന്നിട്ട് അവിടെ തന്നെ വിൽക്കുക ചെയ്യും അങ്ങനെ. അപ്പോൾ ഇതെനിക്ക് ഞാൻ കസിൻസിനും ചേച്ചിയുടെ കുഞ്ഞിനും ഒക്കെ കൊടുക്കാനായിട്ട് അങ്ങനെ വാങ്ങിയതാണ്. ഇതൊരെണ്ണം മിക്കി മൗസിൻ്റെ ഒരു ഡിസൈൻ വരുന്നത്, ഇതൊന്ന് ഔളിൻ്റെ ഡിസൈൻ വരുന്നത്, ഇതും ഔളിൻ്റെ ഡിസൈൻ. ഇത്രയേ ഉള്ളൂ അല്ലേ? ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ വിയറ്റ്നാമിൽ നിന്ന് വാങ്ങിയത് ടീയാണ്. ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ശരിക്കും ഇത് പൊട്ടിച്ച് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതെന്ന് പറയുന്നത് പീച്ച് ടീ ആണ്. ഇത് നമുക്ക് ഐസ് ടീ ആയിട്ടും നമ്മളുടെ നോർമൽ ഹോട്ട്
ടീ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഭയങ്കര പീച്ചിൻ്റെ ഭയങ്കര ടേസ്റ്റ് ഇതിന്, ഭയങ്കര ഒരു പുളിപ്പും. എനിക്കങ്ങനെ ടീ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനങ്ങനെ കുറേ ടീ ആണ് ഇത്തവണ വാങ്ങിയത്. പിന്നെ ഇത് ബെറി ഹിബിസ്കസ്, ഇത് ഞാൻ യൂസ് ചെയ്തില്ല, പൊട്ടിച്ചിട്ടില്ല. ഇത് ബെറി ഹിബിസ്കസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ടീ മേടിച്ചു. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇത് ഞാനിപ്പോൾ ഡെയിലി വൈകിട്ട് ഇതാണ് കുടിക്കുന്നത് കുറേ നാളായിട്ട്. സ്ട്രോബെറി ടീ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്ട്രോബെറിയുടെ നല്ല ഫ്ലേവറും, ആ ടീ ഇടുമ്പോൾ തന്നെ നല്ല മണവും ഭയങ്കര ഒരു ഫ്ലേവറുമാണ്. ഇത് ഷുഗറൊന്നും ആഡ് ചെയ്യില്ല, പക്ഷേ ഇതിൽ ഓൾറെഡി എനിക്ക് തോന്നുന്നു ഷുഗർ മിക്സ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ ചെറിയ ഒരു പുളിപ്പും ഒരു മധുരമൊക്കെ വരും. പിന്നെ ലോട്ടസ് ടീ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ അവിടെ നിന്ന് അവിടെ നിന്ന് തന്നെ ട്രൈ ചെയ്ത് കുടിച്ചിട്ട് മേടിച്ചതാണ്, ഇഷ്ടപ്പെട്ടതുകൊണ്ട് മേടിച്ചതാണ്. എന്തോ ഒരു ലോട്ടസിൻ്റെ എന്തോ ഒരു സ്മെല്ലും ഒരു ടേസ്റ്റും ഒക്കെ വരും. പിന്നെ 2 സാധനങ്ങൾ ഞാൻ മേടിച്ചത് എന്താണെന്ന് അറിയോ? ഇത് നമ്മളിങ്ങനെ ഹെയറിൽ ഇങ്ങനെ കുത്തി വയ്ക്കില്ലേ, അങ്ങനത്തെ സാധനം. ഇത് ഒരെണ്ണം ഹാൻഡ് മെയ്ഡാട്ടോ. ഇത് 2 ഹാൻഡ് മെയ്ഡാണ്. ഒരു പുള്ളിക്കാരത്തി ബെൻതാങ് മാർക്കറ്റിൽ നിന്ന് തന്നെ അല്ലേ, ബെൻതാങ് മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്. അത്യാവശ്യം വിലയായി, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ഞാൻ വാങ്ങിയതാണ്. ഇത് 2 ഞാൻ യൂസ് ചെയ്യുന്നുമുണ്ട്. വിയറ്റ്നാം തൊട്ടേ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. 250 രൂപ എങ്ങാണ്ടായിരുന്നു ഒരെണ്ണത്തിനല്ലേ. പിന്നെ രണ്ടും കൂടി 250 രൂപ അങ്ങനെ. അവർ ഹാൻഡ് മെയ്ഡാന്നൊക്കെ പറഞ്ഞ് കുറേ ബാർഗെയിൻ ചെയ്തു കേട്ടോ. കാരണം നല്ല വില കൂട്ടിയാണ് പറഞ്ഞത്. ബെൻതാങ് മാർക്കറ്റ് ഭയങ്കര കത്തിയാണ്. അവിടെ അവർ നമ്മൾ മറ്റേ കഴുത്തറക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെ. അപ്പോൾ നമ്മൾ മാക്സിമം ബാർഗെയിൻ ചെയ്ത് എൻ്റെ സ്കില്ല് എനിക്ക് എടുക്കാവുന്ന സ്കില്ലെല്ലാം എടുത്ത് ഞാൻ ബാർഗെയിൻ ചെയ്തൊരു ഇതായിരുന്നു ബെൻതാങ് മാർക്കറ്റ്. പക്ഷേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാനങ്ങനെ വാങ്ങിയ 2 സാധനം. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതോ അല്ല, ഇത് കോസ്റ്റ്ലി അല്ല. ആണോ? അപ്പോൾ പിന്നെ ഞാൻ എന്തിനാ ഇത് വാങ്ങിയേ? അങ്ങനെയാണോ? കുറച്ചില്ല. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിയതാ അല്ലേ. അത്ര വലിയ ഭംഗിയൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ രാത്രിയൊക്കെ വെച്ചിട്ട് രാത്രി അല്ല അങ്ങനെയല്ല, ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഫുള്ള് ഹെയറൊക്കെ ഇങ്ങനെ വെച്ച് കെട്ടുമ്പോൾ ഭംഗിയുണ്ടാവും, ഒരു രസം. അത് അപ്പം ഇത്രയേ ഉള്ളൂ ശരിക്കും. വിയറ്റ്നാമിൽ നിന്ന് അങ്ങനെ വേറെ ഒന്നും വാങ്ങിയില്ല അല്ലേ. പിന്നെ നമ്മൾ ചെറിയുടെ അതാണോ? ചെറിയുടെ അത് കാരണം അവിടെ ലൂണാർ ന്യൂ ഇയർ ആയിരുന്നല്ലോ ആ സമയത്ത്. അപ്പോൾ ഫുള്ള് മറ്റേ റെഡ് കളറിലെ ഡെക്കോർ ഐറ്റംസ് ആയിരുന്നു അവർ കൂടുതൽ യൂസ് ചെയ്യുന്നത്. കൂടുതലും പേപ്പർ, തെർമോക്കോൾ അങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ നമ്മൾ ഈ ക്രിസ്മസിനൊക്കെ നമുക്ക് ചെറിയുടെ ഇങ്ങനെ ഒരു തണ്ട് പോലത്തെ സാധനത്തിൽ നിറയെ റെഡ് കളർ ചെറീസ് വരുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഞാൻ ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോ കൊടുക്കാം. അതിൻ്റെ ഒരു ബഞ്ച് ഓഫ് സാധനങ്ങൾ മേടിച്ചു. അത് ഭയങ്കര വിലക്കുറവായിരുന്നു അല്ലേ. 60 രൂപ. നമ്മളുടെ ഇവിടുത്തെ 60 രൂപ, 30 രൂപ ഒരു ഇതിന് 30 രൂപ. 60 ആയിരുന്നു. നമ്മൾ അന്ന് കൂട്ടിയിട്ട് 60 എന്നാണ് പറഞ്ഞത്. 60 ഒരെണ്ണത്തിന് 60 രൂപ വെച്ചിട്ട് അങ്ങനെ. പിന്നെ ഗോൾഡൻ കളർ ഓർക്കിഡ് അത് പ്ലാസ്റ്റിക് തന്നെയാണ്. പ്ലാസ്റ്റിക്കിൽ ഗോൾഡൻ കളർ അവർ സ്പ്രേ ചെയ്ത സാധനം. അത് അങ്ങനെ ഒരു ബഞ്ച് ഓഫ് ഇങ്ങനെ ഫ്ലവർ വേസിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങി. ശരിക്കും ഞാൻ ഇത്തവണ വാങ്ങിയത് ടീ ആണ്. ഞാൻ വാങ്ങുമെന്ന് വിചാരിച്ച് തന്നെയാണ് പോയത്. കാരണം അവിടെ എനിക്ക് കസാക്കിൽ പോയപ്പോഴേ ടീ വാങ്ങണം എന്നുണ്ടായിരുന്നു. കസാക്കിൽ മറ്റേ ടഷ്കൻ ടീ ഒക്കെ നമ്മൾ ട്രൈ ചെയ്ത് ഓർമ്മയുണ്ട, ഭയങ്കര ടേസ്റ്റായിരുന്നു ടഷ്കൻ ടീ. പിന്നെ ഇതുപോലെ ബെറി ടീയും അവിടെ ട്രൈ ചെയ്തിട്ടുണ്ട്, ഭയങ്കര ടേസ്റ്റായിരുന്നു എനിക്ക്. അതുകൊണ്ട് ടീ കുറേ വാങ്ങണം എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. തായ്ലൻഡ് പോയപ്പോൾ നമുക്കങ്ങനെ ഹോട്ട് ടീ അങ്ങനെ ഒന്നും ട്രൈ ചെയ്യാൻ കിട്ടിയില്ല അല്ലേ, എല്ലാം ഐസ് ടീ ആയിരുന്നു. പക്ഷേ എനിക്കത്ര വലിയ താല്പര്യമില്ല. അപ്പം ഞാൻ വെച്ചു വിയറ്റ്നാം പോകുമ്പോഴത്തേക്ക് കുറച്ച് ടീ അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അങ്ങനെ വാങ്ങി സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന ടീസാണ് ഇതൊക്കെ ഞാൻ ഓൾറെഡി ഞാൻ ഡ്രസ്സ് മേടിച്ചു. എനിക്കൊരു കോഡ് സെറ്റ്. അത് പക്ഷേ ഞാൻ അന്ന് വിചാരിച്ചു കൂടിയില്ല. പാൻറ് പക്ഷേ എനിക്ക് നഷ്ടമായിപ്പോയി. എന്താണെന്നറിയോ, അത് ഓപ്പണാണ്. ഞാൻ വിചാരിച്ചില്ല അത് ഓപ്പണാണ്. ഞാൻ വിചാരിച്ചു ബീച്ച് ഡ്രസ്സ് പോലത്തെ, അതിങ്ങനെ ഇങ്ങനെ റാപ്പ് ചെയ്യുന്ന പോലത്തെയാണ്, പക്ഷേ പാൻറ് പോലെ. പക്ഷെ അത് ഇവിടെ ക്ലോസ്ഡ് ആവില്ല. ബീച്ചിലൊക്കെ പോകുമ്പോഴത്തേക്ക് ചുമ്മാ ഇട്ടിട്ട് നടക്കാൻ കൊള്ളാം. അതുകൊണ്ട് എനിക്ക് പാൻറ് നഷ്ടമായിപ്പോയി. പിന്നെ കോട്ട് സെറ്റ് വാങ്ങിയത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് എല്ലാവരും പറഞ്ഞു, എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. നല്ല എവിടെ നിന്നാണ് വാങ്ങിയ ഫോട്ടോ ഇടാം, നല്ല എവിടെ നിന്നാണ് വാങ്ങിയതെന്നൊക്കെ എല്ലാവരും ചോദിച്ചു. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ സൈസ് എനിക്ക് കറക്റ്റ് ആവുമെന്ന് പേടിച്ച് വാങ്ങിയതാണ്. കാരണം അവിടെ ട്രൈ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. പക്ഷേ എല്ലാം അടിപൊളിയായിട്ട്
സെറ്റപ്പായി. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ പോകാൻ 2 ആഴ്ചത്തേക്കാണ് നാട്ടിൽ പോകുന്നത്. ഇത്തവണ 2 പോകാമെന്ന് വിചാരിച്ചു. ട്രിവാൻഡ്രത്തും പോകണം, തൃശ്ശൂരും പോകണം. അങ്ങനെ ഞാൻ പിന്നെ പാക്കിങ് ഓൾറെഡി ചെയ്ത് വെച്ചു. പാക്കിങ് ചെയ്ത് പെട്ടിയിലോട്ട് ആക്കാൻ പോയപ്പോഴാണ്, പെട്ടി തുറന്നപ്പോഴാണ് ഓക്കെ ഇങ്ങനെ സാധനങ്ങൾ ഇതിനകത്തുണ്ടല്ലേ എന്ന് വിചാരിച്ചത്. എൻ്റെ 2 സോക്സ്, ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലിടാം. അപ്പോൾ ഞാൻ എൻ്റെ അണ്ടർ ഗാർമെൻറ്റ്സ് എല്ലാം ഇതിനകത്ത് എടുത്തു. രാഹുൽ ഓൾറെഡി പാക്ക് ചെയ്തു. രാഹുൽ ബാഗ് എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഞാനപ്പോൾ എന്തിനാണ് ഇതെടുത്ത് പെട്ടി എടുക്കുന്നത്? ഒരു രസം. ഞാൻ ഓവർ പാക്കിങ്ങാ. ഇത്ര ഡ്രസ്സ് എടുത്തുള്ളൂ, 2 ആഴ്ചത്തേക്കാണ് പോണത്. എനിക്കറിയില്ല. ഇതെൻ്റെ വീട്ടിൽ ഇടുന്ന ഡ്രസ്സ് മാത്രം അല്ലല്ലോ. ഇതെൻ്റെ ജീൻസ് നാളെ ഇടണം. അപ്പം ഞാൻ അത് മാറ്റി വെച്ചു. പിന്നെ ജീൻസിൻ്റെ കൂടെ ഇടാനൊരു 3-4 ടീഷർട്ട്, അങ്ങനത്തെ വെറുതെ ക്യാഷ്വലായിട്ട് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു 3-4 ടീഷർട്ടും ഇതും എല്ലാം കൂടി അതിനകത്ത് വെച്ചു. അത് സെറ്റായി. പിന്നെ അങ്ങനെയല്ല ഞാൻ വിചാരിച്ചേ. ശരിയല്ലേ. കുറേ സ്പേസ് ഉണ്ട്. ഇനി ലാപ്ടോപ്പ് ബാഗ് ഉണ്ട് അല്ലേ. ഇത് 2 ഇവിടെ ഇരിക്കും, ഇതിവിടെ ഇരിക്കും. കൂട്ടത്തിലെ ചെറിയ പെട്ടിയാണ്. ഇതിവിടെ ഇരിക്കും. ഇനി എനിക്ക് പക്ഷേ സാധനങ്ങൾ എടുക്കാനുണ്ട്. മറ്റേ എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ, അല്ലാത്ത സാധനങ്ങൾ അതൊന്നും എടുത്തിട്ടില്ല. പക്ഷെ അത് ഇങ്ങനെ ജസ്റ്റ് ഇത് ഇവിടെ കുഞ്ഞി പൗച്ചേ ഉള്ളൂ. ഞാൻ എല്ലായിടത്തും ഇട്ടിട്ടുണ്ട്. എനിക്ക് അതിൽ നിന്ന് ഇനി എടുത്താൽ മതി. ലാപ്ടോപ്പ് ബാഗുണ്ട്. പേഴ്സണൽ ലാപ്ടോപ്പ് എടുക്കണം, വർക്ക് ലാപ്ടോപ്പ് എടുക്കണം, ചാർജർ എടുക്കണം, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. അതെല്ലാം കൂടി ഒരു ബാഗിൽ കൊള്ളും. ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇങ്ങനത്തെ സാധനം ശരിക്കും ഭയങ്കര യൂസ്ഫുള്ളല്ലേ. ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. നമുക്കിങ്ങനെ ഓരോ സാധനങ്ങൾ തിരിക്കുക, ഇതിനകത്ത് കയറ്റി വെക്കുക. പൗച്ചസ് മേടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. അതുപോലെ തിരിച്ച് കൊണ്ടുവരാനും ഭയങ്കര സിമ്പിളാണ്. ബാഗെല്ലാം നല്ല വൃത്തിക്ക് ഇരിക്കും. അപ്പോൾ ഇന്ന് വാലൻറ്റൈൻസ് ഡേ ആണ്. ഞങ്ങൾ സാറ്റർഡേ രാവിലെ നാട്ടിലോട്ടും പോകുന്നു. ഹാപ്പി വാലൻറ്റൈൻസ് ഡേ എല്ലാവർക്കും.